ഹായ് ബഡീസ്, ഇത് നമ്മുടെ ബേബി എസെൻഷ്യൽ വീഡിയോസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് കിട്ടിയ സപ്പോർട്ട് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഒരു വെജിറ്റബിൾ സ്റ്റീമറാണ്. ഇതിൻ്റെ ബോട്ടത്തിൽ 3 ഹൂക്കും ടോപ്പിൽ 1 ഹൂക്കുമാണുള്ളത്. ടോപ്പിൽ ഹൂക്കിൽ പിടിച്ചാണ് നമുക്കിത് പാത്രത്തിനകത്ത് ഇറക്കി വെക്കാനും എടുത്ത് മാറ്റാനും പറ്റുന്നത്. വെജിറ്റബിൾ വെച്ചതിന് ശേഷം ഇത് സ്റ്റീമർ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇറക്കി വെച്ച് വേണം വേവിക്കാനായിട്ട്. സെക്കൻഡ് ഒരു ജ്യൂസറാണ്. ഇതിനകത്തൊരു പവർ ബട്ടൺ ഉണ്ട്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്, സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ആവും. പിന്നെ ഒരു C ടൈപ്പ് ചാർജിങ് പോർട്ടും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് നിൽക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിൻ്റെ കൂടെ വരുന്ന ജാറും ഒരു എക്സ്ട്രാ ഒരു കണ്ടെയ്നറും അവൈലബിൾ ആണ്. ഇതിൻ്റെ ബ്ലേഡൊക്കെ നല്ല മൂർച്ചയുള്ളതാണ്. നമുക്ക് ബേബിക്ക് മാത്രമല്ല, അത്യാവശ്യം നമുക്കും ജ്യൂസോ ഷേക്കോ ഒക്കെ അടിക്കാനായിട്ട് പറ്റും. ട്രാവൽ ടൈമിലൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാണേ. നെക്സ്റ്റ് ഒരു കണ്ടെയ്നർ ബോക്സാണ്. ഇതിനകത്ത് ബേബിയുടെ പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ സ്റ്റെയിൻലെസ് സ്റ്റീലും ക്യാപ്പ് പ്ലാസ്റ്റിക്കുമാണ്. കൂടാതെ ഇതിൻ്റെ സൈഡിലൊരു റബ്ബർ മെറ്റീരിയൽ വരുന്നതുകൊണ്ട് എയർ ടൈറ്റായിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്കിത് അടച്ച് കഴിയുമ്പോഴത്തേക്കും എയർ ഒരു വിധത്തിൽ അകത്ത് കയറത്തില്ല. പോരാത്തതിന് ഇതിൻ്റെ ടോപ്പിൽ ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഇത് ഇളക്കിയതിന് ശേഷം കുഞ്ഞിൻ്റെ പൊടിയിട്ട് ക്യാപ്പും അടച്ചതിന് ശേഷം ഈ ഓപ്പണിങ്ങിലുള്ള റബ്ബർ മെറ്റീരിയൽ മാറ്റിയിട്ട് എയർ നന്നായിട്ട് പ്രസ് ചെയ്ത് പുറത്ത് കളഞ്ഞിട്ട് ഇതിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ എയർ ഇതിനുള്ളിൽ കടക്കത്തില്ല. നെക്സ്റ്റ് ഒരു സ്ക്യൂസിങ് ബോട്ടിലാണ്. ഇതിൻ്റെ ബോട്ടം നമുക്ക് ഈ ഹൈ ചെയറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രസ് ചെയ്ത് അഡ്ഹസീവ് ടൈപ്പാണ് വരുന്നത്. ഇതിൻ്റെ ടോപ്പിൽ നിപ്പിളിന് വരെ സ്പൂൺ ഷേപ്പിഡാണ് വരുന്നത്. അതായത് നമുക്ക് സെമി സോളിഡൊക്കെ ആണെങ്കിൽ ഫുഡ് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ ഇത് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കൂടാതെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ക്യാപ്പ് കൂടെ വരുന്നുണ്ട്. ഹൈജീൻ, നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം ഈ ക്യാപ്പ് വെച്ച് സ്പൂൺ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇതും നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു വെജിറ്റബിൾ മാഷറാണ്. അതായത് നമ്മൾ ബേബിക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിളോ ഒക്കെ കൊടുക്കുന്ന ടൈമിൽ ഇത് വേവിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് യൂസ് ചെയ്ത് പേസ്റ്റ് ആക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഒരു കപ്പാണേ. ഇതിന് കപ്പും അതിൻ്റെ കൂടെ ക്യാപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു സ്ട്രോയൊക്കെ ഉണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ സിംഗിളായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സ്ട്രോയും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഒരു പ്ലേറ്റാണ്. കുറച്ച് അട്രാക്റ്റീവായിട്ടുള്ള പ്ലേറ്റാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ തോന്നും, അതുപോലത്തെയാണ്. ഇതിൻ്റെ താഴെ അറ്റത്ത് ഒരു അഡ്ഹസീവ് ടൈപ്പ് വരുന്നുണ്ട്. അതായത് നമ്മൾ ഹൈ ചെയർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്കിത് പ്രസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങളെടുത്ത് എറിയോ എടുക്കുകയോ ഒന്നും ചെയ്താലൊന്നും ഇത് ഇളവി പോകത്തില്ല. ഇതിൻ്റെ കൂടെ 2 സ്പൂണും 2 ഫോർക്കും അവൈലബിൾ ആണ്. അതിൽ 1 സ്പൂണും 1 ഫോർക്കും ഫുള്ള് സിലിക്കണം, 1 സ്പൂണും 1 ഫോർക്കിൻ്റെയും ഫ്രണ്ട് പോർഷൻ സിലിക്കണം. ബേക്ക് നമ്മുടെ തടി എന്തോ മെറ്റീരിയലായിട്ടാണ് വരുന്നത്, വുഡാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാനായിട്ടും പറ്റും, ഈസിയായിട്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. എനിക്ക് സിലിക്കണാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. അടുത്ത ഒരു ബൗളാണ്. ബൗളിൽ കുറുക്കിരിക്കുവാണ്, അതാണ് അങ്ങനെ കാണിച്ചത്. അതിൻ്റെ തുമ്പറ്റത്തും ഈ അഡ്ഹസീവ് ടൈപ്പ് വരുന്നുണ്ട്. നമുക്ക് ഹൈ ചെയറിനകത്ത് പ്രസ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. അടുത്തതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അതായത് ഇവർ ഈ കുറുക്കൊക്കെ കുടിക്കുമ്പോൾ തുപ്പിക്കളയും, പിറം മുഴുവൻ വച്ച് തേക്കും. അതിനുള്ളൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് കഴുത്തി കെട്ടി നമുക്ക് കറക്റ്റ് ബട്ടൺസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇവർ തുപ്പുന്നത് ഇതിൽ തന്നെ വീഴും, പുറത്തു പോകത്തില്ല. നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ബൈ ബൈ.